Good evening, dear friends. Once again, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കുന്നത് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ എന്ന ഭാഗത്ത് പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷനാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. SCERT പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫോക്കസ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ വളരെ ലളിതവും പഠിക്കുവാൻ കൂടുതൽ ഉത്തമവുമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾക്ക് സംശയങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. സംശയങ്ങൾക്ക് കൃത്യമായ മറുപടിയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്റർ 4 റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതിൽ പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, മുൻവർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഡിസ്പോസൽ ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ടിന്റെ ഡിസ്പോസൽ, അത് കൊടുത്തു വീട്ടുന്നതിന്റെ രീതികളെ കുറിച്ചാണ് ഈ ഭാഗത്ത് നാം പഠിക്കുന്നത്. എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് മേ ബി പെയ്ഡ് ഇൻ ദ ഫോളോയിങ് 2 വേസസ്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് അയാൾക്ക് കൊടുക്കാനുള്ള തുക താഴെ പറയുന്ന 2 രീതികളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഒന്ന്, പേയ്മെന്റ് ഡ്യൂ ടു എമൗണ്ട് ഇൻ ലംസം. കൊടുക്കാനുള്ള എമൗണ്ട് മുഴുവൻ ഒറ്റ തവണയായി മുഴുവനായി കൊടുത്തു വീട്ടാവുന്നതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തത്, കൊടുക്കാനുള്ള തുക ഇൻസ്റ്റാൾമെന്റ്സുകളായിട്ട് തവണ വ്യവസ്ഥയിൽ കൊടുത്തു വീട്ടാം എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്നത്, പേയ്മെന്റ്സ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പം റിട്ടയർ ചെയ്ത പാർട്ട്ണർക്ക് അദ്ദേഹത്തിന് ബിസിനസ്സിൽ നിന്നും നൽകാനുള്ള തുക കൊടുക്കേണ്ട രീതികൾ 2 എണ്ണമാണ്. ഒന്ന്, പേയ്മെന്റ് ഓഫ് ഡ്യൂ എമൗണ്ട് ഇൻ ലംസം. 2, പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. കൊടുക്കാനുള്ള തുക മുഴുവനായും ഒന്നിച്ചു നൽകുന്നു. രണ്ടാമതായി കൊടുക്കാനുള്ള തുക പല തവണകളായി നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇൻ ദിസ് കേസ്, അതായത് തവണ വ്യവസ്ഥയിലാണെങ്കിൽ ആണ് ലോൺ അക്കൗണ്ടിന്റെ ആവശ്യം വരുന്നത്. ഫുൾ എമൗണ്ട് ഒന്നിച്ചു നൽകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലോൺ അക്കൗണ്ടിന്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. തവണകളായി പേയ്മെന്റ് നടത്തുന്ന സാഹചര്യത്തിലാണ് ലോൺ അക്കൗണ്ടിന്റെ ആവശ്യം വരുന്നത്. ഇൻ ദിസ് കേസ്, ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. തവണ വ്യവസ്ഥയിൽ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് അദ്ദേഹത്തിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ടു ഗിവ് ഹിം ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് അറ്റ് ദ എഗ്രീഡ് ഇന്റർവൽ. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇടവേളകളിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുക തവണകളായി കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കൊടുക്കുന്ന തുകയ്ക്ക് പലിശ കൂടി നൽകണമെന്ന വ്യവസ്ഥയുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല എങ്കിൽ പാർട്ണർഷിപ്പ് സ്ഥാപനം ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള തുകയുടെ 6% കൂടെ പലിശയും ചേർത്ത് കൊടുക്കണമെന്നാണ് പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ ചെയ്യേണ്ടത് എന്നാണ് പാർട്ണർഷിപ്പ് ആക്ടിൽ വ്യവസ്ഥ ചെയ്യിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ അതിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള തുക ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ആണ് നൽകുന്നതെങ്കിൽ
ആ തുകയോടൊപ്പം അതുവരെയുള്ള പലിശ കൂടി ചേർത്ത് നൽകണം എന്നാണ് വ്യവസ്ഥ. ആ പലിശയുടെ നിരക്ക് 6% പെർ ആനം, 6% ഒരു വർഷത്തേക്ക് എന്ന ക്രമത്തിൽ പലിശ കൂടി ചേർത്ത് അദ്ദേഹത്തിന് ഇൻസ്റ്റാൾമെന്റുകൾ നൽകണമെന്നാണ് പാർട്ണർഷിപ്പ് ആക്ടില് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ചോദ്യത്തിലൂടെ ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രോബ്ലം നമ്പർ 1. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് ഈസ് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് മുതലും ഒപ്പം പലിശയും ചേർത്താണ്. ചോദ്യത്തിലേക്ക് കിടക്കുന്നു. എക്സ്, വൈ ആൻഡ് ഇസഡ് വെയർ ഇൻ പാർട്ണർഷിപ്പ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2:1. എക്സും വൈയും ഇസഡും ചേർന്ന് നടത്തുന്ന പാർട്ണർഷിപ്പ് ഫേമില് അവരെ ലാഭം നഷ്ടവും പങ്കുവയ്ക്കുന്ന റേഷ്യോ 3:2:1 എന്ന അനുപാതമാണ്. ഇസഡ് റിട്ടയേഴ്സ് ഫ്രം ദ ഫേം ഓൺ 1 April 2015. ഫേമിൽ നിന്നും ഇസഡ് എന്ന് പറയുന്ന മൂന്നാമത്തെ പാർട്ണർ ഏപ്രിൽ 1 2015 റിട്ടയർ ചെയ്യുകയാണ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷം ഇസഡിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് 1 ലക്ഷം രൂപയാണെന്നാണ് നമുക്ക് കാണുന്നത്. ഇസഡിന് ആ തുക കൊടുക്കുന്നത് 4 ആനുവൽ ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ്. മാർച്ച് 2016 ആരംഭിക്കുന്ന 4 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് പേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം along with the interest at 10%. അതിനോടൊപ്പം അതുവരെയുള്ള ഇൻട്രസ്റ്റും 10% ഒരു വർഷത്തേക്ക് എന്ന ക്രമത്തിൽ നൽകുന്നതാണ്. എങ്കിൽ പ്രിപ്പയർ ഇസഡ്സ് ലോൺ അക്കൗണ്ട് until he is paid the amount due to him. ഇസഡിന്റെ ലോൺ അക്കൗണ്ട് വരയ്ക്കുക, അദ്ദേഹത്തിന് എമൗണ്ട് കൊടുത്തു തീരുന്നിടം വരെയുള്ളത്. ഫേമിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എല്ലാ വർഷവും മാർച്ച് 31-നാണ്. എങ്കിൽ നമ്മളുടെ ഇവയുടെ ആൻസറിലെ ചോദ്യം വ്യക്തമായി മനസ്സിലാക്കുക. എക്സും വൈ ഇസഡും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2:1 എന്ന അനുപാതമാണ്. ഇസഡ് ഫേമിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. ഏപ്രിൽ 1 എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷം ഇസഡിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ് എന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്, അത് നോർമൽ ബാലൻസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഇസഡിന് ആ 1 ലക്ഷം രൂപ കൊടുക്കുന്നത് 4 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ്. ഏപ്രിൽ 31 മാർച്ച് 2016 ആരംഭിക്കുന്ന തുടർന്ന് വരുന്ന 4 വർഷങ്ങളായിട്ട് കൊടുത്തു വീട്ടുമ്പോൾ ആ ഇൻസ്റ്റാൾമെന്റുകളോടൊപ്പം അതുവരെയുള്ള 10% പലിശയും കൂടെ ചേർത്ത് നൽകുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. The firm closes its books on 31st March every year. സ്ഥാപനത്തിന്റെ കണക്ക് അവസാനിപ്പിക്കുന്നത് എല്ലാ വർഷവും മാർച്ച് 31 നമുക്ക് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. കാൽക്കുലേഷൻ ഓഫ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. ആനുവല് ക്യാപിറ്റൽ എമൗണ്ട് ബാലൻസ് 1 ലക്ഷമാണ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 4 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ 1 ലക്ഷം രൂപയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്, ഒരു വർഷത്തെ വാർഷിക ഇൻസ്റ്റാൾമെന്റ്, വാർഷിക തവണ കിട്ടി 25,000 രൂപയാണ്. ഒരു തവണ 25,000 രൂപ വീതം 4 തവണകളായി കൊടുത്തു വീട്ടുമെന്നാണ്, 4 വർഷം കൊണ്ട് കൊടുത്തു വീട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഇസഡ്സ് ലോൺ അക്കൗണ്ട്. ഇവിടെ വേണ്ടത് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് എന്നിവ ചേർന്ന ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇത് 3 വേണം. ഡേറ്റിന് ഇവിടെ പ്രാധാന്യമുള്ളത് കൊണ്ട് 3 കോളങ്ങളാണ്. ഡേറ്റും പർട്ടിക്കുലേഴ്സും എമൗണ്ടും. ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് കോളവും പർട്ടിക്കുലേഴ്സ് കോളവും എമൗണ്ടും വേണം. ആദ്യമായിട്ട് 1/4/2015 ആണ് അദ്ദേഹം ചോദ്യത്തിൽ പറയുന്നത് പോലെ തന്നെ 1/4/2015 ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. ആ ഡേറ്റില് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസ്
1 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ലോൺ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് അയാളുടെ തന്നെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ്. അങ്ങനെ അതുകൊണ്ട് ലോൺ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഇസഡ്സ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരുന്നത്. അപ്പൊ അവിടെ 2 ഇസഡ്സ് ലോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇസഡിന്റെ ലോൺ അക്കൗണ്ടിൽ ബൈ ഇസഡ്സ് ക്യാപിറ്റൽ എന്ന് എഴുതി 1 ലക്ഷം കാണിച്ചു. അത് 1/4/2015 ആ വർഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് 31/3/2016 എല്ലാ വർഷവും മാർച്ച് 31-ാം തീയതി കണക്കുകൾ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 31 ഈ ഡേറ്റ് 1/4/15 മുതൽ 31/3/16 വരെയുള്ള ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ 1 ലക്ഷം രൂപയുടെ 10% ബൈ ഇൻട്രസ്റ്റ് 1 ലക്ഷം രൂപയുടെ 10% 10,000 രൂപ. അങ്ങനെ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള 31/3/2016 അതേസമയം തന്നെ ആ സമയം തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത അതേ ദിവസം തന്നെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുക 4 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ആ ഇൻസ്റ്റാൾമെന്റുകളോടൊപ്പം തന്നെ അതുവരെയുള്ള പലിശയും ചേർത്ത് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. 1 ലക്ഷത്തിന് 4 തവണകൾ എന്ന് പറഞ്ഞുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ 25,000-വും അതുവരെയുള്ള ഇതിന്റെ പലിശയും ചേർത്ത് 10,000 രൂപയാണ് അതുവരെയുള്ള പലിശയും ചേർത്ത് 35,000 രൂപയാണ് ഇസഡിന് ആദ്യ തവണ കൊടുക്കുന്നത്. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ 1,10,000 രൂപ. ആ എമൗണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു 1,10,000 രൂപ. അതിൽ നിന്ന് 35,000 മൈനസ് ചെയ്യുന്നു. ബാക്കി 75,000 ടു ബാലൻസ് ക്യാരി ഡൗൺ 31/3/2016 അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് 1/4/2016 ബ്രോട്ട് ഡൗൺ ചെയ്തു. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 75,000. ഇനിയും ആ ഡേറ്റ് മുതൽ ആ വർഷത്തിന്റെ അവസാനം 31/3/2017 വരെ ഒരു വർഷമുണ്ട്. ഒരു വർഷത്തെ പലിശ നമ്മൾ കാണേണ്ടതുണ്ട്. ബൈ ഇൻട്രസ്റ്റ് അപ്പോൾ നിൽക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 75,000 രൂപയാണ്. 75,000 രൂപയുടെ 10% കാണുന്നു. 75,000 രൂപയുടെ 10% 7,500 രൂപയാണ്. 7,500 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതുന്നു. 75,000 ഇൻറ്റു 10/100 7,500. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 25,000 രൂപയും അതിന്റെ അതുവരെയുള്ള പലിശയും ചേർത്ത് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം തവണ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഒന്നാം തവണ കൊടുത്തു കഴിഞ്ഞു. രണ്ടാം തവണത്തെ കൊടുക്കുന്നത് 31/3/2017 ടു ബാങ്ക് എന്ന് എഴുതി. ഒരു തവണ എന്ന് പറയുന്നത് 25,000 രൂപയാണ്. 25,000 രൂപയുടെ അതുവരെയുള്ള പലിശയും കൂടെ ചേർത്ത് അതുവരെയുള്ള പലിശ 7,500 അത് രണ്ടും കൂടെ ചേർത്ത് 25,000 പ്ലസ് 7,500 32,500 ഇപ്പോൾ പേ ചെയ്യാൻ പോകുന്നത്. പേ ചെയ്ത് കഴിഞ്ഞു. അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ടിന്റെ ടോട്ടൽ 82,500. ആ എമൗണ്ട് തന്നെ ഡെബിറ്റ് സൈഡിലും എഴുതി 82,500. അതിൽ നിന്ന് 32,500 മൈനസ് ചെയ്യുമ്പോൾ മിച്ചം കിട്ടുന്നത് 31/3/2011 ടു ബാലൻസ് ക്യാരി ഡൗൺ 50,000. അത് തൊട്ടടുത്ത ദിവസം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. 1/4/2017 ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 50,000 രൂപ. അതേ തുടർന്ന് 1/4/2017 50,000 രൂപ ബാലൻസ് ഉണ്ട്. ഇതിന് തുടർച്ച 31/3/2018 ആ അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് ബൈ ഇൻട്രസ്റ്റ് 50,000 രൂപയുടെ 10%. 50,000 ഗുണം 10/100 5,000 രൂപയാണ്. അതുവരെയുള്ള എമൗണ്ട് പേ ചെയ്യുന്നു. ഒരു 25,000 രൂപയും അതുവരെയുള്ള പലിശയും ചേർത്ത് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25,000 രൂപ പ്ലസ് അതുവരെയുള്ള പലിശ 5,000 രൂപ അത് ചേർത്ത് 30,000 രൂപയാണ് വരുന്നത്. ആ 30,000 രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 31/3/2018 30,000 രൂപ ഇവിടെ കാണിച്ചിരിക്കുന്നു. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ടോട്ടൽ 55,000 രൂപ അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. അതിൽ നിന്ന് 30,000 കുറച്ചപ്പോൾ 25,000 എന്ന് ലഭിച്ചു കഴിഞ്ഞു. ആ 25,000 പിറ്റേ ദിവസത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. 1/4/2018 25,000 രൂപ ആണ് ബാലൻസ് ഉള്ളത്. അത് ആ ഡേറ്റ് മുതൽ 31/3/2019 വരെയുള്ള ഗ്യാപ്പ് ഒരു വർഷമുണ്ട്. അത് വരെയുള്ള പലിശ ബൈ ഇൻട്രസ്റ്റ് 25,000 ഇൻറ്റു 10/100 2,500 എന്ന് വരുന്നു. അപ്പോൾ അവിടുത്തെ എമൗണ്ട് പറയുന്ന നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ്. 3 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 25,000 രൂപയും അതുവരെയുള്ള പലിശയും എന്നാണ്.
25,000 രൂപയും അതുവരെയുള്ള പലിശ 2,500 രൂപ. അത് ചേർത്തപ്പോൾ 27,500 എന്ന് പറഞ്ഞു. അക്കൗണ്ട് ബാലൻസ് ചെയ്തു. രണ്ട് സൈഡും ഈക്വൽ ആയി പോയി, ടാലിയായി. ഇനിയും അക്കൗണ്ടിൽ ബാലൻസുകളൊന്നുമില്ല. ആദ്യ കേസിലെ പ്രോബ്ലം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും അത് കൂടുതൽ ശ്രദ്ധയോടെ ചെയ്തു മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും രണ്ടാമത്തെ കേസിലെ പ്രോബ്ലം നമുക്ക് ശ്രദ്ധിക്കാം. പ്രോബ്ലം നമ്പർ 2. ഇഫ് ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടിനകത്ത് ഇൻട്രസ്റ്റ് കൂടെ ചേർന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. ഇവിടെ പി, ക്യു ആൻഡ് ആർ വെയർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. പിയും ക്യൂവും ആറും പാർട്ട്നേഴ്സ് ആണ്. അവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്, തുല്യമായിട്ടാണ്. 1:1 എന്നാണ് പറയുന്നത്. ഇതിൽ ആർ എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നു. ആറ് റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് 1 ലക്ഷം തന്നെയാണ്. ആസ് ഓൺ 1st April 2016. R is to be paid 2 equal installments. ആറിന് ബിസിനസ്സിൽ നിന്ന് കൊടുക്കുന്നത് 2 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് 37,500 രൂപയും 2 ഇൻസ്റ്റാൾമെന്റുകളിൽ 37,500 രൂപ വീതവും 2 ഇൻസ്റ്റാൾമെന്റുകളിൽ 37,500 രൂപ വീതവും ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ, പലിശ ഉൾപ്പെടെയാണ് 37,500 രൂപ നൽകുന്നത്. 10% പലിശയാണ്. ആൻഡ് ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, ഇനി മിച്ചം വരുന്ന തുകയുടെ കൂടെ അതുവരെയുള്ള ഇൻട്രസ്റ്റും ചേർത്ത് മൂന്നാമതൊരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു വീട്ടുകയാണ്. അപ്പൊ ഇവിടെ മൊത്തം 3 ഇൻസ്റ്റാൾമെന്റുകളാണ് വരുന്നത്. ആദ്യ ഇൻസ്റ്റാൾമെന്റിൽ പലിശ ഉൾപ്പെടെ 37,500 രൂപ, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിലും പലിശ ഉൾപ്പെടെ 37,500 രൂപ, മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റുകളിൽ ആ വർഷത്തെ അക്കൗണ്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത മുഴുവൻ എമൗണ്ടും എത്രയാണോ അത്രയും കൊടുത്ത് വീട്ടുകയാണ് ചെയ്യുന്നത്. പ്രിപ്പയർ ആസ് ലോൺ അക്കൗണ്ട്സ് ടിൽ ഹി ഈസ് പെയ്ഡ് ദ എമൗണ്ട് ഡ്യൂ ടു ഹിം. നമുക്ക് ആറിന്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആസ് ലോൺ അക്കൗണ്ട്സ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിലെ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ആദ്യത്തെ എമൗണ്ട് വരുന്ന 1/4/2016 ആർസ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപ. അത് മുതൽ അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്യുന്ന സമയം 31/3/2017 ബൈ ഇൻട്രസ്റ്റ് 1 ലക്ഷത്തിന്റെ 10%, 10,000 രൂപ. 31/3/2017 ആദ്യ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് 37,500 രൂപ പലിശ ഉൾപ്പെടെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പലിശ ഇതിന്റെ കൂടെ വേറെ കൂട്ടണമെന്നില്ല. 37,500 പലിശയും കൂടെ ചേർത്താണ് 37,500. അതുകൊണ്ട് 37,500 എഴുതുന്നു. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ 1,10,000. ഡെബിറ്റ് സൈഡിൽ എഴുതി അതിൽ നിന്ന് 37,500 കുറച്ചപ്പോൾ 72,500 എന്ന് ലഭിച്ചു. അത് തന്നെ പിറ്റേ ദിവസത്തേക്ക് അക്കൗണ്ടിൽ ബ്രോട്ട് ഡൗൺ ചെയ്തു. 1/4/2017 ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 72,500. അതുമുതൽ ആ അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്യുന്ന 31/3/2018 വരെ ഉള്ള പലിശ കണ്ടപ്പോൾ ബൈ ഇൻട്രസ്റ്റ് 72,500ന്റെ 10%, 7,250 രൂപ. 31/3/2018 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ഇൻസ്റ്റാൾമെന്റുകൾ 37,500 കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് 37,500 രൂപ. രണ്ട് സൈഡിൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ, അതുകൊണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ 79,750 രൂപ, 79,750. അതിൽ നിന്ന് 37,500 രൂപ കുറയ്ക്കുന്നു. ഉത്തരം 42,250, 42,250, 42,250. 31/3/2011 അക്കൗണ്ട് ബാലൻസ് ആണ്. അത് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. 1/4/2018 42,250 രൂപ. അതുവരെയുള്ള പലിശ 42,250ന്റെ അതുവരെയുള്ള പലിശ വരുന്നത് 31/3/2019 42,250ന്റെ 10%, 4,225 രൂപ. അത് കൊടുത്തു വീട്ടുന്ന മൂന്നാമത് ബാക്കിയുള്ള എമൗണ്ട് മുഴുവൻ ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1-2 ഇൻസ്റ്റാൾമെന്റ് 37,500 രൂപ വീതവും മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കംപ്ലീറ്റ് തീർത്ത് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അക്കൗണ്ട് പ്രകാരം 42,250 അതുവരെയുള്ള പലിശയായ 4,225 രൂപയും ചേർത്ത് 46,475 രൂപയാണ്. അത് ഡെബിറ്റ് സൈഡിൽ 31/3/2019 കൊടുത്തു വീട്ടുന്നതായി കാണിച്ചു. ടു ബാങ്ക് 46,475. അക്കൗണ്ട് ക്ലോസ്ഡ്. രണ്ടാമത്തെ പ്രോബ്ലവും രണ്ടാമത്തെ കേസ്, രണ്ട് രീതിയിലുള്ള പ്രോബ്ലങ്ങളാണ് നിങ്ങൾ ചെയ്തു കണ്ടത്.
തുടർന്നുള്ള വീഡിയോയിൽ വീണ്ടും കൂടുതൽ പ്രോബ്ലങ്ങളുമായി കണ്ടെത്താം. താങ്ക് യു.